എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കാണാത്തവർ ഉടൻ തന്നെ കണ്ടതിന് ശേഷം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ ഹിഡൻ ഡീറ്റെയിൽസും ഡയറക്ടർ ബ്രില്യൻസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. എല്ലാവർക്കും രോഹി വ്ലോഗ്സ് പിക്കേഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പടത്തിന്റെ കല്യാണ സീനിൽ ബീഫ് വിളമ്പുന്ന സൗബിനോട് സുഭാഷിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ പോയടാ സുഭാഷ്, നല്ല ഫിറ്റ് ആയിരിക്കുമല്ലേ എന്ന്. നേരത്തെ വീട്ടിലെത്തിക്കാമെന്നും ഞാൻ നോക്കിക്കൊള്ളാമെന്നും കുട്ടേട്ടൻ പറയുന്നുണ്ട്. അപ്പോ സുഭാഷിന്റെ അമ്മ നോക്കിക്കൊള്ളണം കേട്ടാ എന്നും പറയുന്നുണ്ട്. അവരുടെ ടീമിലെ ഏറ്റവും പ്രായത്തിൽ മൂത്ത ആളാണ് കുട്ടേട്ടൻ. അതുകൊണ്ട് തന്നെ കുട്ടനെ വീട്ടുകാർക്ക് വിശ്വാസമാണ് എന്ന് തുടക്കത്തിലെ സൂചന നൽകുന്നു. കുട്ടേട്ടൻ വിളമ്പുമ്പോൾ വെള്ളമില്ല എന്ന് പറയുമ്പോൾ സുധിയോട് വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അപ്പുറത്ത് ചേച്ചിയോട് അവിടെ കുറച്ച് വെള്ളം കൊടുക്കണേ എന്ന് പറയുന്നുണ്ട്. ഡാ നീ കൊടുത്ത എന്താടാ എന്ന് പറയുമ്പോൾ ഷട്ടിൽ ചളിയാവുമെന്നും പറയുന്നുണ്ട്. ഈ ഒരു സീനിലൂടെ സുധിയുടെ സ്വഭാവത്തെ കാണിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിലെ വടംവലി സീനിൽ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സുമായിട്ടാണ് വടംവലി നടത്തുന്നത്. സിനിമ കാണുമ്പോൾ നമുക്ക് മുമ്പ് മഞ്ഞുമൽ ബോയ്സിനെ പരിചയമില്ലാത്തതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ചിദംബരത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് നമ്മളാ സത്യം തിരിച്ചറിഞ്ഞത്. ടൂർ പോകാനായി കുട്ടേട്ടൻ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സീനിൽ നീ 5-ാം തീയതി ആകുമ്പോഴേക്കും എത്തില്ലേ എന്ന് കുട്ടേട്ടന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. എന്താണ് 5-ാം തീയതി എന്ന് ചോദിക്കുമ്പോൾ വരാപ്പുഴയിൽ നിന്നും കൊണ്ട് പെണ്ണ് കാണാൻ പോകണമെന്നും പറയുന്നുണ്ട്. സിനിമ കണ്ടുപോകുമ്പോൾ ഈ സീന് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല എങ്കിലും പടത്തിന്റെ അവസാനം പെണ്ണ് കാണാനായി പോകുന്നുണ്ട്. സുഭാഷിന്റെ അമ്മ പറഞ്ഞിട്ടല്ല പെണ്ണ് കാണാൻ പോയത് എന്ന് കൂടി തെളിയിക്കുന്ന ഒരു സീനായിരുന്നു. ടൂർ പോകാനായി വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോൾ ടൂർ കൊണ്ടുപോകാത്ത ചേട്ടൻ അടിയുണ്ടാക്കി നീയൊക്കെ അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നടന്നു പോകുമ്പോൾ ആ വഴിക്ക് ബൈക്കിന് പോകുന്ന ഇദ്ദേഹത്തോട് പോയി ചാവട എന്നും പറയുന്നുണ്ട്. അയാളുടെ പ്രാക്ക് കാരണമായിരിക്കുമോ സുഭാഷിന് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ സുഭാഷിന് പകരം താനായിരിക്കും കുഴിയിൽ വീഴേണ്ടിയിരുന്നത് എന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ അവസാന സീനിൽ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല എന്ന് ചിലപ്പോൾ പറയാൻ അദ്ദേഹത്തിന് തോന്നിയത്. സുഭാഷിനെ ടൂർ വിളിക്കാൻ വേണ്ടി പോകുന്ന സീനിൽ ഒരു 2 നില കെട്ടിടത്തിന്റെ മുകളിൽ തേക്കാത്ത ഒരു വീട്ടിലാണ് സുഭാഷ് താമസിക്കുന്നത്. സുഭാഷിന്റെയും കുടുംബത്തിന്റെയും ദാരിദ്ര്യം വളരെ വ്യക്തമായി ആ സീനിൽ നിന്നും നമുക്ക് കാണാനാവും. അവിടെ മതവും മനുഷ്യനും എന്ന പേരിലുള്ള പുസ്തകം വായിച്ചുകൊണ്ട് സംസാരിക്കുന്ന കുട്ടേട്ടനെ നമുക്ക് കാണാം. ഡോക്ടർ NM മുഹമ്മദ് അലിയുടെ പുസ്തകമാണ് മതവും മനുഷ്യനും. എന്താണ് മതമെന്നും ശിലായുഗത്തിലെ മതങ്ങളെക്കുറിച്ചും ബഹുദൈവ മതങ്ങളും ഏകദൈവ മതങ്ങളും ദൈവമില്ലാത്ത മതങ്ങളെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമായിരുന്നു അത്. അതുകൊണ്ടായിരിക്കാം പിന്നീടുള്ള സീനിൽ എന്താണ് മച്ചാനെ ദൈവമെന്ന് ഡ്രൈവർ ചേട്ടനോട് ചോദിക്കുന്നത്. ദൈവമെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള വെളിച്ചമാണെന്നും ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞപ്പോൾ കളിയാക്കിയിരുന്ന സുഭാഷ് ക്ലൈമാക്സിൽ ഗുഹയ്ക്കുള്ളിൽ വെളിച്ചം കാണുമ്പോൾ അതായിരിക്കുമോ ദൈവം, വിശ്വാസമില്ലാത്ത എന്നെ കൊല്ലാൻ വന്നതായിരിക്കുമോ എന്ന ഉപഭോഗ മനസ്സിലെ ചിന്തയായിരിക്കാം സൗബിന്റെ കഴുത്തിൽ കയറി പിടിക്കാനും എനിക്ക് ചാവണ്ടടാ ആരടാ നീ എന്ന് ചോദിക്കുന്നതും. ടൂർ പോകാനായി പുറപ്പെടുമ്പോൾ സുഭാഷ് അനിയന്റെ ബെൽറ്റ് എടുത്തിട്ട് പോകുന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ബെൽറ്റ് ആയിരിക്കാം സുഭാഷിനെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയിരുന്നത്. അവർ പോകുന്ന വണ്ടിയുടെ പേര് ഗുഡ് ലക്ക് ട്രാവൽസ് എന്നായിരുന്നു. ഗുഡ് ലക്ക് എന്നാൽ നല്ലത് മാത്രം വരട്ടെ എന്നാണ് അർത്ഥം. ആ വണ്ടി അവർക്ക് നല്ലത് മാത്രമാണ് നൽകിയിരുന്നത്. സുഭാഷ് കുഴിയിൽ വീഴുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും പോലീസുകാരെ വിളിച്ചു വരുത്താനും ഒക്കെ ഉപകാരപ്പെട്ടു ആ വണ്ടി കൊണ്ട്. കഴിഞ്ഞ് എത്തുമ്പോൾ ദീപകിന്റെ കഥാപാത്രമായ ശ്രുതി സുഭാഷിനെ തൊഴുതാനായി വിളിക്കുന്നുണ്ട്. ഇത്രയും പേര് ഈ നേരത്ത് തൊഴുതാനായിട്ട് പോയാൽ മുരുകൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് തമാശയോടുകൂടി സുഭാഷ് പറയുന്നുണ്ട്. ഇതിലൂടെ സുഭാഷ് ഒരു നിരീശ്വരവാദിയാണെന്ന് പറയാതെ പറയുകയാണ് സംവിധായകൻ. കമൽഹാസന്റെ പാട്ടുകളുള്ള CD മേടിക്കാനായി CD കടയിലേക്ക് പോകുമ്പോൾ വലതു ഭാഗത്ത് അറ്റത്തായിട്ട് മമ്മൂട്ടിയുടെ രൗദ്രം എന്ന സിനിമയുടെ തമിഴ് ഡബ്ബഡായ നരി എന്ന ചിത്രത്തിന്റെ CD കൂടെ നമുക്ക് അവിടെ കാണാം. 2006 നടക്കുന്ന ഒരു കഥയിൽ എങ്ങനെയാണ് 2008 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ CD കാണുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് ട്രോളുകളൊക്കെ വരുന്നുണ്ട്. സിനിമയിൽ മിസ്റ്റേക്സ് ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ്. ഇത് ഒരു മിസ്റ്റേക്ക് ആയിട്ടൊന്നും ആരും കണക്കാക്കരുത്. കൊടൈക്കനാലിൽ എത്തുന്ന പാട്ട് സീനിൽ ജയന്റെ പഴയ സിനിമയിലെ സീനിനെ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് കുതിരയുടെ മേലെ എണ്ണ തേക്കുന്ന ഈ സീൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ക്യാമറ അങ്ങോട്ട് വലിയ ഫോക്കസ് ഒന്നും പോയില്ലെങ്കിലും നൈസ് ആയിരുന്നു ആ സീൻ. ഗുണാക്കേവിന്റെ മുൻവശത്തുള്ള കടയിൽ നിന്നും ചോളം വാങ്ങി കഴിച്ചു വരുന്ന ബാലു വർഗീസിന്റെ അടുത്തേക്ക് കൊരങ്ങന്മാർ ഒരു ആക്രമണം നടത്തുന്നുണ്ട്. എന്നിട്ട് ബാലു വർഗീസ് ആ ചോളം കൊരങ്ങന്മാർക്ക് ഇട്ടുകൊടുക്കുന്നുമുണ്ട്. കൊടൈക്കനാലിലും ഊട്ടിയിലും ഒക്കെ പോയവർക്ക് അനുഭവമുള്ളതാണ്. കഴിക്കാനായി എന്തെങ്കിലും മേടിച്ചാൽ അത് കൊരങ്ങന്മാർ എടുത്തിട്ട് പോകുന്നത്. അത് ഒരുപക്ഷെ ശരിക്കും അവിടെ നടന്ന സംഭവമായിരിക്കാം.
അതുകൊണ്ടായിരിക്കാം അത് കാര്യമായി ഫോക്കസ് ചെയ്യാതെ പിന്നിൽ നിന്നുമുള്ള ഒരു ഷോട്ടായി മാത്രം കാണുന്നത്. സിനിമയിൽ എന്തുകൊണ്ട് സലീം കുമാറിന്റെ മകൻ അനങ്ങാതെ പേടിച്ചുകൊണ്ട് നിന്നു എന്ന് പലർക്കും സംശയമുണ്ടാവാം. ഇതാണ് യഥാർത്ഥ ഗുണാക്കേവ് താഴെയാണ് എന്ന് പറയുമ്പോൾ സലീം കുമാർ ചേട്ടന്റെ മകനായ ചന്തുവാണ് ആദ്യമായി ആ മതിൽ ചാടി അപ്പുറത്തേക്ക് കടക്കുന്നത്. പിന്നീടാണ് എല്ലാവരും മതിൽ ചാടി അപ്പുറത്തേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഗുണാക്കേവിന്റെ അകത്തേക്ക് പോകാനുള്ള കാരണക്കാരൻ ഞാൻ പോയത് കൊണ്ടാണ് സുഭാഷ് കുഴിയിൽ വീണത് എന്ന കുറ്റബോധമായിരിക്കാം ചന്തുവിനെ അനങ്ങാതെ നിർത്തിയത്. പിന്നീട് വീട്ടിലെത്തുമ്പോഴും ആരോടും ഒന്നും പറയാതെ ബാഗ് എടുത്തിട്ട് പോയതിന് പിന്നിലെ കാരണവും അതായിരിക്കാം. ഗുഹയ്ക്കുള്ളിലെ സീനിൽ കുരങ്ങന്റെ തലയോട്ടി എടുക്കുന്നതിന് തൊട്ടടുത്തായി ഒരു മദ്യക്കുപ്പി കിടക്കുന്നത് കാണാം. റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് പോലും അങ്ങോട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് എന്നും അവിടെ നിന്നും മദ്യം കഴിക്കാറുമുണ്ടും എന്ന് കാണിക്കുന്ന ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു ആ സീൻ. പടത്തിലെ ഓരോ സീനിലും യുവാക്കളുടെ കുരുത്തക്കേടുകൾ ഡയറക്ടർ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി നോട്ടലോട് പറഞ്ഞവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുക, വണ്ടിയൊക്കെ വൃത്തികേടാക്കുക, പൂക്കൾ പറിക്കരുത് എന്ന് പറഞ്ഞ അവിടെ നിന്ന് തന്നെ പൂക്കൾ പറിക്കുക, അങ്ങോട്ട് പാസ് ചെയ്യരുത് എന്ന് പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ നിന്നും ഫോട്ടോസ് എടുക്കുക, ഗാർഡിനെ വെട്ടിച്ച് വീണ്ടും കളഞ്ഞ സിഗരറ്റ് എടുത്ത് വലിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കുരുത്തക്കേടുകളും ഡയറക്ടർ വളരെ വൃത്തിയായി സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ബാലു വർഗീസിന്റെ ടീഷർട്ടിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ക്ലൂ ആയി ഒരു ഡീറ്റെയിലിംഗ് ആയി നൽകിയിട്ടുണ്ട്. ആദ്യം അവർ യാത്ര പുറപ്പെടുമ്പോൾ ടീഷർട്ടിൽ ഒരു കാറിന്റെ റൈസിംഗ് ചിത്രം കാണാം. അവരൊരു യാത്ര പോവുകയാണ് എന്നുള്ള സൂചന കിട്ടുന്നു. കൊടൈക്കനാലിൽ എത്തുമ്പോൾ ബാലു വർഗീസിന്റെ ടീഷർട്ടിൽ ഒരു ടൈറ്റാനിക്കിന്റെ ചിത്രം കാണാം. നമുക്കറിയാം ടൈറ്റാനിക് എന്നത് ഒരു ദുരന്ത സിനിമയാണ് എന്ന്. ഒരു ദുരന്തം നടക്കാൻ പോകുന്നു എന്ന സൂചനയാണ് അതിലൂടെ ലഭിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ യാത്ര കഴിഞ്ഞെത്തുമ്പോൾ ലോസ്റ്റ് വൈൽഡ് സർവൈവ് എന്നും ടീഷർട്ടിൽ എഴുതിയത് കാണാം. നഷ്ടപ്പെട്ടതിനെ കാട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ള സൂചന ടീഷർട്ടിൽ കാണാനുണ്ട്. ഈ ഓണത്തിന് ഞങ്ങളും ടൂർ പോകുന്നുണ്ട്, ഞങ്ങൾക്കും ഫോട്ടോ കളറായി അടിച്ചു തരണേ എന്ന് പറയുമ്പോൾ ആ ചേച്ചി ഗണപതിയോട് ചോദിക്കുന്നുണ്ട് ഏത് കളറാ കൂട്ടണ്ടേ എന്ന്. അപ്പൊ തമാശയ്ക്ക് ഗണപതി ചുമല എന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള ഓരോ സീനിലും ഗണപതിയുടെ ബാഗിൽ നിന്നും ഡ്രസ്സിൽ നിന്നുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നിറം ചുവപ്പാണ് എന്നുള്ള സൂചന നൽകുന്നുണ്ട്. ആദ്യ ബീവറേജ് സീനിൽ ഇടയിൽ കയറി മദ്യം വാങ്ങുന്ന ജീൻ പോളിനെ ആളുകൾ ചീത്ത വിളിക്കുമ്പോൾ അവരെ റോങ് ലുക്ക് നോക്കുന്ന ഈ അണ്ണനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒടുവിൽ പോലീസുകാരന് വേണ്ടി മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും കുത്തിക്കയറി പോകുമ്പോൾ നേരത്തെ വന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ചൂടാവുകയും തല്ലാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ ആ സീനിൽ തനിക്കൊരു പെഗ് തരുമോ എന്ന് ചോദിച്ച ചേട്ടൻ ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായും കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും അവരൊക്കെ സ്ഥിരം ഈ ബീവറേജിന് ചുറ്റും നിൽക്കുന്ന ആളുകളാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ചേട്ടനെയും ഗൈഡിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് അവർ കടന്നു പോകുന്നതായും സീനുകളിൽ കാണിക്കുന്നുണ്ട്. ഒടുവിൽ അവർക്കൊരു ദുരന്തം സംഭവിച്ചപ്പോൾ അവർക്ക് കൂട്ടായി സഹായത്തിനായി എത്തിയത് ഇവർ രണ്ടുപേരുമായിരുന്നു. നമ്മൾ ഇന്ന് അവഗണിക്കുന്ന പലരും നമുക്ക് നാളെ സഹായികളായേക്കാം എന്ന് തെളിയിക്കുന്ന ഗംഭീര ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു അത്. സൗബിൻ കുഴിയിലേക്ക് ഇറങ്ങുന്ന സീനിൽ പാറയ്ക്കിടയിലായി ചെറിയ തുണിക്കഷ്ണങ്ങൾ കിടക്കുന്നത് കാണാം. ഒരുപക്ഷെ സുഭാഷ് വീഴ്ചയിൽ പാറയിൽ തട്ടി ഒരഞ്ഞു കീറിയ തുണിക്കഷ്ണങ്ങൾ ആയിരിക്കാം അത്. ക്ലൈമാക്സിലെ കൺമണി അൻപോട് എന്ന ഗാനത്തിൽ വരുന്ന ഈ ഒരു ഷോട്ട് ഗുണ സിനിമയിലും അതേപോലെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. വെറുതെ ഒരവിടെ ആ ഒരു പാട്ടിന്റെ ക്ലിപ്പ് എടുത്തിട്ടതല്ല, സിനിമയിലും അതേ സ്ഥാനത്ത് ഇതേ വിഷ്വലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ ഹിഡൻ ഡീറ്റെയിൽസും ഡയറക്ടർ ബ്രില്യൻസും. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഡയറക്ടർ ബ്രില്യൻസോ ഹിഡൻ ഡീറ്റെയിൽസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം. താങ്ക് യു.